ഹലോ, ഞാനിന്ന് ഈസി ആൻഡ് പെർഫെക്റ്റ് ഫ്രൈഡ് റൈസ് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിനായിട്ട് ഞാനൊരു പാനിലോട്ട് ഒരു കഷ്ണം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ മെൽറ്റായി വരുമ്പോൾ ഇതിലോട്ട് ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ 5-6 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചെറിയൊരു സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. 2-3 ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു പകുതി ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞത്, അതുപോലെ തന്നെ സ്പ്രിംഗ് ഒണിയൻ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ്റെ പീസസ് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഈ വെജിറ്റബിൾസിലോട്ട് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 2 മുട്ട ഉപ്പിട്ടിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് എരിവിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിതിലോട്ട് ഒരു മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മുടെ വൈറ്റ് ബസ്മതി റൈസ് വേവിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബസ്മതി റൈസ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്തിട്ടാണ് കേട്ടോ വേവിച്ചെടുത്തിട്ടുള്ളത്. വേറെ ഒന്നും ഇതിലോട്ട് ചേർക്കേണ്ടതില്ല. പക്ഷേ നമ്മൾ ഊറ്റിയെടുക്കുന്ന ടൈമിൽ കുറച്ച് തണുത്ത വെള്ളം യൂസ് ചെയ്താൽ അരി വേറിട്ട് നിൽക്കും കേട്ടോ. അല്ലെങ്കിൽ ഒരു ഒട്ടി പിടിച്ച പോലെ ഉണ്ടാവും. അപ്പോൾ തണുത്ത വെള്ളത്തിൽ വേണം കേട്ടോ ഇത് ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അത് ഇതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചപ്പ് ചെറുതായി അരിഞ്ഞതും കൂടെ ഇതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഡാർക്ക് സോസ് ഒഴിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു 2 സ്പൂൺ ഡാർക്ക് സോസ് ഞാനിവിടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഈ ഡാർക്ക് സോസ് മസ്റ്റാണ് കേട്ടോ ഇതിലോട്ട്. ഈ ഫ്രൈഡ് റൈസ് റെസിപ്പിയുടെ ടേസ്റ്റിന് കിട്ടുന്നത് ഈ ഡാർക്ക് സോസുമിലാണ്. അപ്പോൾ ഈസി റെസിപ്പിയാണ്, എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.